ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് ശിവപഞ്ചാക്ഷരി മന്ത്രത്തിന്റെ അവസാനത്തെ സ്റ്റാൻസ നമുക്ക് പഠിക്കാം, അതിന്റെ അർത്ഥവും മനസ്സിലാക്കാം. യജ്ഞസ്വരൂപായ ജടാധരായ പീനാകഹസ്തായ സനാതനായ ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമഃ ശിവായ. ഇപ്പോൾ ഞാൻ ഉരുവിട്ടത് ശിവപഞ്ചാക്ഷരി മന്ത്രത്തിലെ അവസാനത്തെ സ്റ്റാൻസയാണ് കേട്ടോ. അപ്പൊ അതിന്റെ അർത്ഥം ഇങ്ങനെയാകുന്നു: യജ്ഞസ്വരൂപായ ജടാധരായ പിനാകഹസ്തായ സനാതനായ എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ശിവശങ്കരനെ യജ്ഞസ്വരൂപനായിട്ടാണ് പറയുന്നത്. ഭഗവാന് ഭോലേനാഥ് എന്നുള്ളൊരു പേരുണ്ടല്ലേ. ഏറ്റവും ആദ്യം ഭക്തരുടെ വിളി കേൾക്കുന്ന ദേവനാണ് ശിവശങ്കരൻ എന്നാണ് പറയുക. അതുകൊണ്ടാണ് അദ്ദേഹത്തെ യജ്ഞസ്വരൂപൻ എന്ന് വിളിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഭഗവാൻ ശിവശങ്കരൻ ജടാധാരിയാണ്. മാത്രമല്ല പിനാകഹസ്തായ സനാതനായ എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ധനുസിന്റെ പേരാണ് പിനാകം എന്ന്. പിനാകത്തെ ഹസ്ത്രത്തിലേന്തി, അതായത് കൈകളിൽ ഏന്തിയിട്ട് സനാതനർക്ക് എല്ലാ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ദേവനാണ് ആര്? ഭഗവാൻ ശിവശങ്കരൻ. ദിവ്യായ ദേവായ ദിഗംബരായ തസ്മൈ യകാരായ നമഃശിവായ എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സർവ്വ പ്രപഞ്ചത്തിലുള്ള 4 ദിക്കുകളെയും ഭഗവാൻ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ സംഹാരകനാണ്. കൂടെ സംഹാരം എന്ന് പറയുന്ന ഒരു പ്രോസസ് നമ്മളുടെ ഈ ഒരു പ്രകൃതിയിൽ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭഗവാൻ പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ പ്രൊട്ടക്ടറായി മാറുകയാണ്. മാത്രമല്ല തസ്മയ്യകാരായ നമഃശിവായ, അതായത് ശിവപഞ്ചാക്ഷരി മന്ത്രത്തിലെ യാ എന്ന് സൂചിപ്പിച്ച് നിൽക്കുന്ന ആ ഒരു അർത്ഥത്തിൽ, ഭഗവാന്റെ തിരുസ്വരൂപം നിൽക്കുന്ന ആ ഒരു വാക്കിൽ ഞാൻ എൻ്റെ എല്ലാ ഭക്തിയും ഞാൻ സമർപ്പിക്കുന്നു, അദ്ദേഹത്തിന്റെ മുന്നിൽ ഞാൻ പ്രണമിക്കുന്നു എന്നതാണ് ഈ ഒരു 2 വരിയുടെ അർത്ഥം എന്ന് പറയുന്നത്.